സൽവാറിൻ്റെ റേഞ്ച് ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്യുകയാണ് ചെയ്തത്, എനിക്ക് തെറ്റിയതാണോ എന്ന് അറിയാനായിട്ട്. തെറ്റിയതല്ല കേട്ടോ, റേഞ്ച് വരുന്നത് 1395 ആണ്. ശരിക്കും നമ്മുടെ ആ ലക്നൗവി ചിക്കൻ വർക്കിൻ്റെ പോലത്തെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഷോളും നല്ല വർക്കുണ്ട്. അപ്പോൾ ആ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ശരിക്കും നല്ലൊരു പീസാണ്. ഇത് കണ്ടോ, നല്ലൊരു ഷെയ്ഡ്, ഗ്രേയും അല്ല ഗ്രീനും അല്ല. എല്ലാവരും എന്നോട് പറയും കളർ പറയാൻ കിട്ടാഞ്ഞിട്ടാണോ അങ്ങനെ പറയണേന്ന്. അങ്ങനെ പറയുന്നതല്ല കേട്ടോ, റിലേറ്റ് ചെയ്യാൻ എളുപ്പത്തിനാണ്. ഇപ്പം ഞാൻ ഇതിനകത്ത് സേജ് ഗ്രീൻ അല്ലെങ്കിൽ പല ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം വെച്ച് പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു വാച്ച് ചെയ്യണവർക്ക് എളുപ്പം ഉണ്ടാവുന്നത്, എൻ്റെ അഭിപ്രായം ആട്ടോ. ഇപ്പം ഇതിൽ കണ്ടോ, നല്ല രസമുണ്ട്. ഗ്രേ സിമെൻറ്റിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ. ഇത് കണ്ടോ, സെൻറ്ററിൽ ഒരു മിറർ വർക്കിൻ്റെ പീസും വന്നിട്ടുണ്ട്. ദുപ്പട്ടയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, കാരണം ദുപ്പട്ടയും ഫുൾ വർക്കാണ്. ഓഫ് വൈറ്റ് ത്രെഡിൽ ഈ ആ സെയിം ഷെയ്ഡിൽ ജസ്റ്റ് വന്നിരിക്കുന്ന ഒരു ഹാൻഡ് പെയിൻറ്റ് ടെക്സ്ചർ പോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. രണ്ടും വർക്കായത് കാരണം കളറും നല്ല ഭംഗിയുണ്ട് കാണാൻ. കളേഴ്സ് ആണെങ്കിലും നല്ല നല്ല കളേഴ്സാണ്. അത് കണ്ടോ, ഗ്രീൻ ഷെയ്ഡ്, ലാവൻഡർ, ഒരു പീച്ച്, മൂന്നും അടിപൊളി ഷെയ്ഡ്സാണ്. ദുപ്പട്ടാസ് ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ത്രെഡ് വർക്ക് പോലെ വന്നിട്ട് ആ കളർ തന്നെ ഹൈലൈറ്റഡ് ആയിട്ട് കാണാൻ കണ്ടോ. അതിനേക്കാൾ അടിപൊളി ഇതിൻ്റെ റേഞ്ച് അല്ലേ. റേഞ്ച് അതിനേക്കാൾ കൂടുതൽ ഫീൽ ചെയ്യും കേട്ടോ ഈ സൽവാർ സെറ്റ് ഇട്ടാ.